ചലച്ചിത്ര മേഖലയിൽ നടിമാർ മാത്രമല്ല യുവ സംവിധായകരും നടന്മാരുമൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയുണ്ടെന്ന് തുറന്നു പറയുകയാണ് യുവ സംവിധായകൻ ശ്രീജു ശ്രീധർ. അദ്ദേഹത്തിനുണ്ടായൊരു ദുരനുഭവം പങ്കുവയ്ക്കാനാണ് നമ്മൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത്. ഒരു യുവതാരത്തിൻ്റെ മാനേജർ ഇടനിലക്കാരനായത് മൂലം താങ്കളുടെ 5 വർഷം നഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. എങ്ങനെയായിരുന്നു അത്? 5 വർഷം നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു കഥ പറയാനായിട്ട് ഒരു നടനെ സമീപിക്കുന്നു. നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരന് കഥയുടെ സിനിമയുടെ പേര് ഇഷ്ടമാവുന്നു. ലൊക്കേഷനിൽ വെച്ച് സംസാരിക്കുന്ന ബ്രോ നമുക്ക് ചെയ്യണം, കഥ കേൾക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. കഥ പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അന്ന് ആത്തിഫ് എന്നാണ് പേര് തോന്നുന്നു, മാനേജറിൻ്റെ പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ആത്തിഫിനെ വിളിച്ച് അപ്പോൾ ആത്തിഫ് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം, 2 ആഴ്ച കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം. ആസിഫ് വേറെ ഷൂട്ടിലാണ്, മറ്റേ ഷൂട്ടിലാണ്, നമുക്ക് കേൾക്കുമ്പോൾ സെറ്റാക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അപ്പം നമ്മളിതൊക്കെ വിശ്വസിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് 5 വർഷമാണ് പോയത്. 5 വർഷം. അപ്പോൾ നമ്മൾ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മറ്റേ സപ്പോർട്ടോ ഇങ്ങനെ ആരും നമുക്കില്ല. അപ്പം ഇങ്ങനൊരു നടൻ്റെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ ഉണ്ടാവും. അല്ല, ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങളോട് ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? അല്ല, കഥയുടെ ടൈറ്റിൽ ഇഷ്ടമാണ്. അപ്പോൾ അതിന് ചെറിയ ത്രെഡ് ഞാൻ സൂചിപ്പിച്ചായിരുന്നു ലൊക്കേഷൻ വെച്ചത്. അത് കേട്ടാണപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് തമ്പൊക്കെ തന്നിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മാനേജർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. വളരെ വൈകിയാണ് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാനേജർ മാറി നവീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരനാണ് ഒരു മാനേജർ എന്ന് പറയുന്നത്. അങ്ങനെ നവീനെ കോൺടാക്ട് ചെയ്തു 5 വർഷം ശേഷം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അഖിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ജീവനക്കാരാണ്. അവൻ ട്രാൻസ്ഫർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഉപജീവന മാർഗ്ഗം. അപ്പം നമുക്ക് വേറെ ഞാൻ ആഡ് ഫിലിമൊക്കെ ചെയ്തിട്ടാണ് പോണത് തന്നെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവീൻ വന്ന് കയറുന്നു. നവീനോട് ഈ കഥ പറയുന്നു പനമ്പള്ളി നഗറിൽ വെച്ചിട്ട്. അപ്പോൾ അന്ന് കത്തനാറിൻ്റെ പ്രൊഫഷൻ കണ്ടുള്ളൊരു സജി ചേട്ടനുണ്ട്. അപ്പം എൻ്റെ ലൊക്കേഷൻ മാനേജറായിട്ടുള്ള ഹംസു ഫോട്ടോ വെച്ച് ഹംസുക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് പറയാം. നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണ്. നമുക്ക് എല്ലാവരും കണ്ണു തുറന്ന് വിശ്വസിക്കണം. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്, വിശ്വസിച്ചേ പറ്റുള്ളൂ. എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പനമ്പള്ളി നഗറിൽ വന്ന് കഥ പറഞ്ഞു. അഖിൽ സ്ക്രിപ്റ്റായിട്ട് കഥ പറഞ്ഞു. നവീനോട് കഥ പറഞ്ഞു. നവീൻ കൊള്ളാം, അപ്പോൾ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് ഒന്ന് എത്തിക്കണം ശ്രീജു എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും എത്തിക്കല്ലോ. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റ് നവീനെ ഏൽപ്പിക്കുന്നു. നവീൻ ഇത് ഏൽപ്പിച്ച ശേഷം 5 വർഷത്തിന് ശേഷമാണ് കഥ കേൾക്കുന്നതും സ്ക്രിപ്റ്റ് കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിനെ അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വന്ന് ഈ നവീൻ്റെ ഒരു റിപ്ലൈ ഇല്ല. നവീൻ ഒരു ആർട്ട് ഫിലിം ഡയറക്ടർ എന്തോ ആണ്, എനിക്കറിഞ്ഞൂടെ. ഈഗോ അടിച്ചതോ ക്ലാഷ് അടിച്ചോ ഒന്നും എനിക്കറിയില്ല. നവീൻ ഞാൻ നല്ല രീതിക്കാണ് സംസാരിച്ചത്, അതുവരെ എല്ലാം നല്ല രീതിക്കാണ് സംസാരിച്ചത്. ഈ 5 വർഷം സ്ട്രെയിൻ ചെയ്തിട്ടുള്ള സ്ട്രഗിളിങ് എത്രമാത്രം നമുക്കുണ്ടാവും എന്നുള്ള കാര്യം ഓരോ കലാകാരനും മനസ്സിലാക്കാൻ പറ്റും. ഓടി നടക്കുന്നതിൻ്റെ ആ ഒരു വിഷമം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2-3 മാസം കഴിഞ്ഞിട്ട് വരെ ഈ റിപ്ലൈ ഇല്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജ്, അത് ശ്രീജു പിന്നെ തൽക്കാലം നമുക്ക് ഈ സബ്ജക്റ്റ് മാറ്റി പിടിക്കാം. കാരണം എന്താ പറയുക, വേറെ 2-3 പ്രൊവൈഡിൽ അല്ല സബ്ജക്റ്റ് കൊള്ളത്തില്ല എന്നല്ല, നമുക്കിത് ശ്രീജു ഒരു കാര്യം വേറെ ഏതെങ്കിലും ഒരു നടനെ കൊണ്ടുവന്ന് നൈസായിട്ട് ഊരാനുള്ള പരിപാടി. അപ്പോൾ തുറന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഇഷ്ടമല്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ പണി നോക്കി വരുന്നു. 5 വർഷം വലിപ്പിച്ചിരുന്നു. ഇത് ആസിഫ് അലി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അയ്യോ സോറി, നടൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആസിഫ് അലി അറിഞ്ഞിട്ടുണ്ടെന്നല്ല അറിയില്ല. പക്ഷേ ഞാൻ നേരിട്ട ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ കൊടുത്തത് ഞാൻ നവീനോട് മോശമായി കുറച്ച് ചൂടായി. കാരണം 5 വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ ആ വിഷമം എനിക്ക് എൻ്റെ പൊട്ടിത്തെറിച്ച് പോയി. അതാണ് ചിന്തിക്കേണ്ടത്. അതിനെ വെച്ചിട്ട് ഇവൻ എന്താ ചെയ്യുന്നറിയോ, ഇവൻ ശ്രീജു ഭയങ്കര ശരിയായിട്ട് ശ്രീജു ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ഈ നെഗറ്റീവ് മാത്രം, അതുവരെ പോസിറ്റീവായി സംസാരിച്ചു ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ഈ ഒരു തോട്ട് മാത്രം പിടിച്ചുകൊണ്ട് നമ്മളങ്ങനെ ഡിഗ്രേഡ് ചെയ്യുക. ഇന്നും ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ഓടി നടക്കണം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം സിനിമ ചെയ്യാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസണിലാണ് ഞാനിപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയ്ക്കകത്ത് സംഗീത സംവിധാനമായിട്ട് കയറുന്നത് തന്നെ. അത് ഈശ്വരൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെ പറയാം. മാത്രമല്ല അതിൻ്റെ ഡയറക്ടർ SP മഹേഷ് ഏട്ടൻ, അതിൻ്റെ ക്യാമറാമാൻ ലോവൽ, ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് കയറി പറ്റാൻ പറ്റും ആ സിനിമയ്ക്കകത്ത്. ആ പാട്ട് നല്ല രീതിക്ക് വിജയിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ഒരു വർക്ക് വരിക നമ്മുടെ ഉപജീവനമാർഗ്ഗമല്ലേ. ഇപ്പോൾ പറയുന്നത് നമ്മൾ പെമ്പിളേർ ഇപ്പോൾ സിനിമയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഞാൻ ഇവിടെ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല, ഒരുപാട് കലാകാരന്മാരുണ്ട്. എനിക്കറിയുന്ന എത്രയോ കലാകാരന്മാർ, റൈറ്റർമാർ, ഡയറക്ടർമാർ വേറെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ, കമ്പനി ജോലിക്ക് ഇവിടുന്ന് ദുബായിക്ക് പോകുന്ന ആൾക്കാർ മടുത്തു അവർക്ക്. കാരണം ഞങ്ങളിങ്ങനെ ഒരു ലോബി ഇങ്ങനെ കുടുംബക്കാർ തമ്മിൽ ലോബി കളിക്കാനുള്ളതാണ്. കല ആകെ എന്താ പറയുക, അഴിമതി ഇല്ലാത്ത 2 മേഖല, കല, കായികം. കാരണം അത് സെൽഫ് എഫേർട്ട് എടുത്തിട്ട് കയറാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ അഴിമതി കൊണ്ടുവന്നാൽ ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞാൽ
ശ്രീജു നടന്ന ഡേറ്റ് ഉണ്ടോ? നടന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്താ ചെയ്തിട്ടുള്ളൂ? നടനെ കൊണ്ട് പോയി പറയണ്ട, ഇതിനു മുമ്പ് എന്താ ചെയ്തിട്ടുള്ളൂ? ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയാലല്ലേ നമ്മൾ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് മ്യൂസിക് ഡയറക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റും, കാരണം ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്തതാണ്. അതിൽ എം ജി സാറ് പാടിയിട്ടുണ്ട്, റിമി ടോമി പാട്ടിട്ടുണ്ട്. ആ പാട്ട് ഹിറ്റാണ്. 24 മ്യൂസിക്കാണ് ബിസിനസ് കച്ചവടമായി. ഇപ്പോൾ അതിൻ്റെ പാട്ട് കച്ചവടമായി. കാരണം അത് നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥം കൊണ്ടാണ്, അതല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതേപോലെ തന്നെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ. എനിക്ക് പൃഥ്വിരാജനും കൂടെ പറയുന്നുണ്ട്, പുതിയ നടന്മാരെ വെച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള പ്രൊഡ്യൂസർ വരണ്ടേ? ഇവരെല്ലാവരും ഒരു ലോബിയേക്ക് നമ്മൾ എവിടെ കൊണ്ട് ചെയ്യാനാണപ്പോൾ? എന്തായാലും സിനിമാ മേഖലയിൽ നേരിടുന്ന, അതായത് പുതുമുഖ മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയായിരുന്നു ശ്രീജു ശ്രീധർ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.